ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്ലെയിൻ എടുത്തായിരുന്നു. പ്ലെയിനിന് ചാടി അവസാനം പാരച്യൂട്ടും ഇല്ല, താഴെ ഡെഡായി. അപ്പോൾ നമ്മൾ അതിൻ്റെ വാശിക്കടുത്ത് ഹെലികോപ്റ്റർ എടുക്കാനുള്ള മൂവ്മെൻറ്റാണ്. നമ്മൾ ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്, നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് പറത്തിക്ക് ഹെലികോപ്റ്റർ വെച്ച്. ഗായ്സ്, നമ്മളങ്ങനെ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സാധനം പോവുകയാണ് കേട്ടോ. ഓ സീമാണ്, കിട്ടുന്ന സാധനം. ഈ ഹെലികോപ്റ്ററിൻ്റെ പ്ലെയിനിൻ്റെയൊക്കെ മേളിൽ ഇരിക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. താഴോട്ട് നോക്കുമ്പോൾ കിടിലം വ്യൂ ആണ്. പ്രത്യേകിച്ച് നൈറ്റാണ് കിടിലാണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പ്ലെയിൻ എടുത്തപ്പോഴത്തേക്ക് നൈറ്റ് കിടിലാണ്. താഴ്ഭാഗമാണ് ആ കസീനോ, അതിൻ്റെ സൈഡൊക്കെ നല്ല കിടിലായിട്ടാണ് നമ്മൾ ലൈറ്റ് സെറ്റിങ്സൊക്കെ ഉള്ളത്. രാവിലെ ഉണ്ട് വലിയൊരു ഇതില്ല. പക്ഷേ ഹെലികോപ്റ്ററാണ് നല്ല. പ്ലെയിനിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ നല്ല പാടാണ്. കളിക്കാനൊക്കെ ഇച്ചിരി റിസ്ക്കാണ് പ്ലെയിൻ. നമ്മളെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് വളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കറങ്ങി വീഴും. ഞാൻ അത് 2-3 പ്രാവശ്യം എടുത്തിൻ്റെ നിന്ന് ക്രാഷായിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇത് പൊക്കാൻ പഠിച്ചത് തന്നെ. ഹെലികോപ്റ്ററിന് അങ്ങനെ സീനൊന്നുമില്ല, ജസ്റ്റ് പൊക്കിയാൽ വിട്ടാൽ മതി, അങ്ങ് പൊയ്ക്കോളൂ. ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡെഡായ അബദ്ധം പറ്റിയതേ, ഈ പാരച്യൂട്ടിൻ്റെ പൈസ പോകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മലപ്പുറം ചാടാനില്ല. എന്നാൽ പോയപ്പോൾ ചത്തപ്പോൾ ഡെഡായപ്പോൾ അതിനേക്കാൾ റിവൈവ് ചെയ്യാൻ പൈസ പോയി. കൊള്ളാം കേട്ടോ ഹെലികോപ്റ്റർ സീൻ. ഈ രീതിയിലാണ് ഹെലികോപ്റ്റർ ഓടിയത് ഇവിടെ. ഇനി എവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നു ഇപ്പോൾ ആലോചിക്കുന്നു. എവിടെയാണോ എന്തോ കണ്ടുപിടിച്ചിട്ട് ലാൻഡ്, എവിടെയെങ്കിലും ഹെലിപ്പാഡ് കാണും. ഇതൊരു മാളിൻ്റെ മേളിലാണ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ആർമിയുടെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അതിനകത്ത് കയറിയ ഒരു ദിവസം കയറിയപ്പം ഉള്ളു പേടിച്ചില്ലാതെ കളഞ്ഞന്മാർ. അത് കയറുന്ന റിസ്ക്കാണ്, കയറണമെന്നുണ്ട്. പുതിയ സ്വന്തമായിട്ട് വല്ല വെഹിക്കിളും മേടിച്ചിട്ട് കയറുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നു. നോക്കാം, അത് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ മഴയൊക്കെ സീൻ തന്നെ. ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. നേരെ നമ്മളെ ലോക്കൽ വണ്ടികളൊന്നും ഒന്നും ഇറങ്ങാറില്ല. നമ്മൾ കൂടിയ വണ്ടികളിലെ ഒക്കെ ഒരു സ്ഥലത്ത് ഇറങ്ങാറുള്ളൂ. ഇതിലെ ചൂട് അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചൊരു ചെറിയ സ്ഥലമുണ്ട്. നോക്കട്ടെ ഗൈസ്, അവിടെ പറ്റത്തില്ലെന്ന് തോന്നുന്നത്. സ്വിമ്മിംഗ് പൂളൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ സീനാവും. ഇനിയിപ്പോൾ അപ്പുറത്തോട്ടാണ് ഒതുക്കാൻ പറ്റുമോ? ഇല്ല, കാണുന്ന അതിൻ്റെ മേളിലങ്ങനെ ഇറക്കാൻ. പ്ലെയിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ ക്രാഷാണ്. ഇത് തന്നെ വലിയ സീൻ. ഇതിൻ്റെ മേളിലിറക്കാം. ഓ വണ്ടർഫുൾ ലാൻഡിങ്. ഇറങ്ങ നമ്മളങ്ങനെ ലാൻഡാക്കി ആവത്തില്ല. ലാൻഡായി. ഇതിന് താഴെ എങ്ങനെ ഇറങ്ങുമെന്തോ. ഇങ്ങനെ നമ്മൾ വിറച്ചാണ് ഹെലികോപ്റ്റർ ഓട്ടിക്കുന്നത്. നമുക്ക് അറിഞ്ഞാൽ ഇങ്ങോട്ട് ചാടിക്കൊടുത്ത് നമുക്ക് ഹെലികോപ്റ്ററിൽ തന്നെ ഹെലികോപ്റ്ററിൽ കയറി ഇറങ്ങുന്നതിന് മാന്യത. കഴിഞ്ഞ പ്രാവശ്യം ചാടി ചത്ത, എനിക്കിന് ചാടാൻ വയ്യ. നമ്മളെല്ലാവർക്കും മാന്യത വേണം. മാന്യത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉൾക്കൊള്ളിക്കുന്ന സാധനമാണ്. ഇപ്പം പൊളിഞ്ഞെല്ലാം കൂടെ ജസ്റ്റ് മിസ്. നമ്മളാ വഴി കൊണ്ട് നിർത്തി. ഇവിടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്യണ്ട. എൻ്റെ ഹെലികോപ്റ്റർ ഇട്ടിട്ട് മതി ബാക്കി വണ്ടികൾ.
ഇതാണ് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ ഓടിച്ച് ആഗ്രഹം കഴിഞ്ഞു. ഇനിയിപ്പോൾ പോവാല്ലേ? ശരി ഗൈസ്. ഇപ്പോൾ 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.